ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്ന് എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. പലപ്പോഴും നമ്മൾ അറിഞ്ഞോ അറിയാതെയോ പറയുന്നൊരു പേരാണ് തലവര എന്നുള്ളത്. എൻ്റെ തലവര കൊണ്ടാണ് ഞാനിങ്ങനെ ആയിപ്പോയത്, അല്ലെങ്കിൽ എൻ്റെ വിധി കൊണ്ടാണ് ഞാനിങ്ങനെ ആയിപ്പോയത് എന്ന്. എൻ്റെ ജീവിതം ഇങ്ങനെ ആയിപ്പോയതിന് കാരണം എൻ്റെ ഫാമിലി ഇങ്ങനെ ആയതുകൊണ്ടാണ്, എൻ്റെ ഫാദർ ഇങ്ങനെ ആയതുകൊണ്ടാണ്. ഇനി എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എൻ്റെ ജീവിതാവസാനം വരെ ഞാൻ ഇങ്ങനെ ദുഃഖവും ദുരിതവും പേറി ഇങ്ങനെ പോവും. എന്താ റബ്ബേ, എനിക്ക് മാത്രം ഇങ്ങനെ? എൻ്റെ സുഹൃത്തുക്കൾക്കൊന്നും ഈ അവസ്ഥയില്ലല്ലോ. എല്ലാവരും നന്നായിട്ട് ജീവിക്കുന്നു, എനിക്ക് മാത്രം എന്തുകൊണ്ടാ റബ്ബി ഇങ്ങനെ? ആക്ച്വലി ഈ തലവര എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ, അത് നമ്മളായിട്ട് സൃഷ്ടിക്കുന്ന ഒരു സംഭവമാണ്. നമ്മുടെ റിപ്പീറ്റഡ് ആയിട്ടുള്ള തോട്ട്സ് ഉണ്ടല്ലോ, ചിന്തകളാണ് നമ്മുടെ തലവര നിശ്ചയിക്കുന്നത്. നമുക്കിവിടെ രണ്ട് ഓപ്ഷൻ ഉണ്ട്. ഒന്ന്, എനിക്ക് വേണ്ടത് ചിന്തിച്ച് ഗോൾസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ബ്ലോക്ക് തീർത്തിട്ട് വിജയിയായിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. രണ്ടാമത്, എനിക്ക് ഇങ്ങനെ ആയിപ്പോയി, എനിക്ക് ഒന്ന് രണ്ട് നെഗറ്റീവ് സിറ്റുവേഷൻസ് ഉണ്ടായി, അതിൽ സ്റ്റെക്കായി, അതിൽ പരാതികളും പറഞ്ഞ് ഒന്നും ചെയ്യാൻ മനസ്സ് വെക്കാണ്ട് സംഭവിച്ച കാര്യത്തെക്കുറിച്ച് ഓർത്ത് ദുഃഖിച്ച് അങ്ങനെ മുന്നോട്ട് പോകുന്നു. അങ്ങനെ ആവുമ്പോൾ നമ്മുടെ തലവര എങ്ങനെ മാറ്റാൻ കഴിയും? പക്ഷേ എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ചിന്തകളെ എനിക്ക് വേണ്ടത് എന്താണ്, എൻ്റെ ലക്ഷ്യം എന്താണ് എന്നാലോചിച്ച് അതിലേക്ക് സ്റ്റെപ്പ് എടുത്ത് നമ്മൾ മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നു എങ്കിൽ അപ്പോൾ നമ്മൾ പറയുമായിരുന്നു എൻ്റെ തലവര എത്ര നല്ലതാണ് എന്നുള്ളത്. സോ അതുകൊണ്ട് തന്നെ ബിൽഗേറ്റ്സ് പറഞ്ഞതുപോലെ പാവപ്പെട്ടവനായിട്ട് ജനിക്കുന്നതിൽ നമുക്ക് ആരെയും കുറ്റപ്പെടുത്താൻ പറ്റൂല. പക്ഷേ പാവപ്പെട്ടവനായിട്ട് മരിക്കുമ്പോൾ അത് നമ്മുടെ മാത്രം കുറ്റമാണ്. അപ്പം നിങ്ങൾ ഇന്ന് ഇവിടെ മുതൽ ഒരു തീരുമാനം എടുക്കുക. എന്തെങ്കിലും പുതുതായിട്ട് പഠിക്കുക, ജീവിതത്തിൽ അപ്ലൈ ചെയ്യുക, സക്സസ് എന്താണെന്ന് മനസ്സിലാക്കുക, അടിപൊളിയായിട്ട് മുന്നോട്ട് പോവുക. ഗോഡ് ബ്ലെസ് യു. സന്തോഷം നിറഞ്ഞ ദിവസങ്ങളായിരിക്കട്ടെ ഇനി അങ്ങോട്ടുള്ളത്.